ബട്ടർ നാൻ. പേര് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും നാവിലലിഞ്ഞു പോകുന്നു. എങ്കിൽ അതല്ലാട്ട് ചങ്ങായിമാരെ, ഇത് സംഭവം വേറെ ലെവൽ തന്നെയാണ്. അപ്പോൾ ഇതുണ്ടാക്കുന്ന റെസിപ്പിയാണ് ഇന്ന് കേട്ടോ. അതിനായിട്ട് ഒരു ബൗൾ എടുക്കുക കേട്ടോ. അതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം ഒഴിക്കുക. ഒത്തിരി ചൂടായാലേ മാവ് പൊങ്ങില്ല കേട്ടോ. ഇളം ചൂട് വെള്ളത്തിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാര ഇടാം. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന 1 സ്പൂൺ പഞ്ചസാര കേട്ടോ. അതുപോലെ തന്നെ 1 സ്പൂൺ ഈസ്റ്റ് ഇട്ട് നല്ലോണം മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് മൂടി വെച്ചിട്ടുണ്ട്. 8 മിനിറ്റിന് ശേഷം നമ്മൾ വീണ്ടും തുറന്നു നോക്കി കേട്ടോ. സാധനം സെറ്റായിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇടാം. പൊടി ഇട്ടപ്പോഴാണ് ഓർത്തെ അയ്യോ മിക്സ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് നൈസായിട്ട് പാത്രം മാറ്റി അതിലേക്ക് കുറച്ച് ഉപ്പിട്ടു. അതുപോലെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. ഇത് ഇനി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലോണം മിക്സ് ആക്കുക കേട്ടോ. അതിനുശേഷം കുറച്ച് പാൽ ഒഴിക്കുക. ചൂടാറിയ പാൽ വേണേ. എന്നിട്ട് നല്ലോണം കുഴയ്ക്കുക. ചപ്പാത്തിക്ക് കുഴക്കില്ലേ നമ്മൾ, അതുപോലെ അങ്ങ് കുഴയ്ക്കുക കേട്ടോ. കുഴച്ച് ഒരു ബോൾ രൂപത്തിലാക്കുക. എന്നിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിക്കുക. മാവിനനുസരിച്ച് വേണം കേട്ടോ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാൻ. നല്ലോണം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുത്ത് നമ്മൾ വെക്കണ പാത്രം നല്ലോണം സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് തുടച്ചെടുക്കുക. എന്നിട്ട് ഈ മാവ് പരത്തി വെക്കുക. എന്നിട്ട് ഇതിനെ ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് മൂടി വെക്കാം. നല്ലോണം എയർടൈറ്റ് ആവണേ, നല്ലോണം മാവ് പൊങ്ങുള്ളൂ. നീണ്ട 1 മണിക്കൂറിന് ശേഷം നമ്മൾ കവർ അയച്ച് മാറ്റാൻ പോവാണേ. കവർ അയച്ച് മാറ്റുമ്പോൾ മാവ് നല്ലോണം പൊങ്ങി വരണം. പൊങ്ങിയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ പൊങ്ങിയിട്ടുണ്ട്. എന്തോ ഭാഗ്യം പൊങ്ങി വന്നു. ഇനി ഈ മാവിലിട്ട് കുഴയ്ക്കാണ്ട് നമ്മൾ നീളത്തിലാക്കിയിട്ട് ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ച് പീസാക്കി. ഇനി ഈ പീസ് ഓരോന്ന് എടുത്തിട്ട് വേണം കേട്ടോ നമുക്കിത് പരത്താൻ. പരത്തണം മാത്രമല്ല, അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ ഡിസൈനും കൂടെ ഉണ്ടാക്കി. അപ്പം നമ്മുടെ പരത്തൽ സ്റ്റെപ്പ് ആരംഭിച്ചു. ഓരോന്നെടുത്ത് ഇതുപോലെ പരത്തണം. കുറച്ച് പൊടിയിടുക, ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. നല്ലോണം പരത്തിയെടുക്കണേ. ചപ്പാത്തിക്ക് പരത്താൻ അത്രയും നൈസാക്കണ്ട കേട്ടോ. കുറച്ച് കട്ടി വേണം. പ്രത്യേകിച്ച് ഷേപ്പും കാര്യങ്ങളൊന്നുമില്ലല്ലോ, നമ്മുടെ വീട്ടിൽ കഴിക്കാനല്ലേ. ഇനി ഷേപ്പ് നിർബന്ധമാണെന്ന് വെച്ചാ ഏതെങ്കിലും ഒരു പ്ലേറ്റ് വെച്ച് കട്ട് ചെയ്തെടുത്തോളൂന്നേ. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം, ബട്ടർ. ഈ സംഭവത്തിലാണല്ലോ നമ്മുടെ പേര് വന്നേക്കണേ, ബട്ടർ നാൻ. ഇനി അതിലേക്ക് മല്ലിയില കുനുകുനാന്നരിയാം. എന്നിട്ട് അതും ഇട്ട് മിക്സ് ചെയ്യാം. പരത്തി വെച്ചേക്കണ മാവിൽ ഇത് നല്ലോണം തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് നമ്മുടെ പരത്തി വെച്ച നാൻ നല്ലോണം ചൂടാക്കുക. തിരിച്ചും മറിച്ചും അങ്ങനെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നല്ല ചൂട് നാനും നല്ല ചിക്കൻ കറി ഉണ്ട്. ഇനി ഞാനത് പോയി കഴിച്ചിട്ട് വരാവേ. അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ ട്രൈ ചെയ്ത് നോക്കിക്കോ കേട്ടോ. അപ്പം നമ്മൾ പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരും കേട്ടോ. അതുവരെ
ബൈ ബൈ.